ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു മസാല ചപ്പാത്തിയുടെ റെസിപ്പിയാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും ഒക്കെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ഒട്ടും തന്നെ മൈദപ്പൊടി ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ഞാൻ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിലിന് പകരം നിങ്ങൾക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ ടെക്സ്ചർ നന്നായി കിട്ടും. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. ഇങ്ങനെ നന്നായിട്ട് യോജിപ്പിച്ചതിൻ്റെ ശേഷം കുറച്ച് പൊടി എടുത്തിട്ട് ഷേപ്പ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ ഇതാ പൊടി ഷേപ്പ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നത് കുഴച്ചെടുക്കാം. വെള്ളം നോക്കി വെച്ചിട്ട് വേണം നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാൻ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് മാവ് അധികം ലൂസാവാൻ പാടില്ല. നമ്മൾ ശരിക്കും ഈ സമൂസപ്പട്ടിയൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പം എത്ര കട്ടിയാണോ മാവിനുള്ളത് അതേ കട്ടി തന്നെയാണ് നമുക്ക് മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇപ്പോൾ ഇതാ ഞാനിവിടെ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കട്ടി തന്നെയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഞാനിത് അടച്ച് വെക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വീണ്ടും നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കുറച്ചുകൂടി സോഫ്റ്റായി കിട്ടും. ഇനി നമുക്കിതിൻ്റെ ഉരുളകൾ റെഡിയാക്കി എടുക്കാം. നിങ്ങൾക്ക് എത്ര വലുപ്പമുള്ള ചപ്പാത്തിയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് വേണം ഉരുളകൾ റെഡിയാക്കി എടുക്കാൻ. ഞാനിവിടെ ഒരു മീഡിയം സൈസിൻ്റെ ബോൾസ് ആട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ഇതുപോലെ ഓരോരോ ഉരുളകളും 2 കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയിട്ട് നല്ല റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് തന്നെ തയ്യാറാക്കണം. അപ്പം നമുക്കിനി എല്ലാ ഉരുളകളും ഇതുപോലെ തന്നെ ഓരോന്നോരോന്നായിട്ട് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ച ഉരുളകളൊക്കെ ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് ഗോതമ്പ് പൊടിയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലാണോ ചപ്പാത്തി വേണ്ടിയത് ആ വലുപ്പത്തിൽ തന്നെ പരത്തിയെടുക്കാം. ഒട്ടും കട്ടിയൊന്നും ഇല്ലാതെ നല്ല നൈസാക്കിയിട്ട് തന്നെ പരത്തിയെടുക്കാൻ നോക്കുക. ഇപ്പോൾ ഇതാ ഞാനിവിടെ നല്ല വലുപ്പത്തിൽ തന്നെ നല്ല നൈസാക്കിയിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പരത്തി വെച്ച ചപ്പാത്തിൻ്റെ മുകളിൽ കുറച്ച് നെയ്യോ ഓയിലോ ബ്രഷ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ വേണം നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ. ഇതിൻ്റെ സൈഡിലും എഡ്ജസിലൊക്കെ ശരിക്കും നെയ്യ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇതുപോലെ ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പം എരിവ് അങ്ങനെ ഉണ്ടാവില്ല. നിങ്ങൾ സ്പൈസി ഫുഡ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ചില്ലി പൗഡറില്ലേ അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ഒരു നുള്ളു മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ക്രഷ് ചെയ്ത മല്ലി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു ചാട്ട് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്തതിൻ്റെ ശേഷം ഒന്ന് പതുക്കെ ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി. അധികം അങ്ങോട്ട് പ്രസ് ചെയ്യരുത്. ഇനി നമുക്ക് ഈ ഫോൾഡ് ചെയ്ത ഭാഗത്തിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഗോതമ്പ് പൊടി അതിൻ്റെ മേലെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കാം. ഇതേപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വേണം നമുക്കിത് ഫോൾഡ് ചെയ്ത് എടുക്കാൻ. ഇനി നമുക്ക് കുറച്ച് പൊടി ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കോട്ട് ചെയ്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഞാൻ ഈ ട്രയാങ്കിൾ ഷേപ്പിൽ തന്നെയാണ് ഇത് പരത്തിയെടുക്കുന്നത്. അല്പം തിക്നെസ്സോട് കൂടി വേണം നമുക്കിത് പരത്തിയെടുക്കാൻ, എന്നാലേ നമുക്കിത് ലെയറായി കിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ ഞാൻ ഈ ട്രയാങ്കിൾ ഷേപ്പിൽ പരത്തിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഫോൾഡ് ചെയ്തിട്ട് പരത്തിയെടുക്കാം. പക്ഷേ ട്രയാങ്കിൾ ഷേപ്പ് ആയിരിക്കുമ്പോൾ കാണാൻ കുറച്ച് ഭംഗിയൊക്കെ ഉണ്ടാവും. ഇനി എല്ലാ ഉരുളകളും നമുക്ക് ഇതേപോലെ തന്നെ പരത്തിയെടുക്കാം. ആദ്യം നമ്മളിത് പരത്തിയെടുക്കുമ്പോൾ നല്ല നൈസാക്കിയിട്ട് വേണം പരത്തിയെടുക്കാൻ. നല്ല വലുപ്പത്തിൽ വേണം പരത്തിയെടുക്കാൻ. പിന്നെ ആദ്യം കാണിച്ച അതേപോലെ തന്നെ കുറച്ച് നെയ്യോ ഓയിലോ ബ്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് മുളക് പൊടിയും ചാട്ട് മസാലയും ജീരകവും ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ചപ്പാത്തി പരത്തിയെടുക്കുമ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് പ്രസ് ചെയ്ത് പരത്തരുത്, അല്ലെങ്കിൽ നമുക്ക് ലെയറായി കിട്ടൂല. ഇപ്പോൾ ഇതാ ഞാനിവിടെ പരത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ട്രയാങ്കിൾ ഷേപ്പിൽ തന്നെയാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഒരു അയണിൻ്റെ ചപ്പാത്തി തവയാട്ടോ എടുത്തിട്ടുള്ളത്. ചപ്പാത്തി തവ ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലോ നെയ്യോ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പരത്തി വെച്ച ചപ്പാത്തി ചൂടായി തവയിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ ബബിൾസ് വരാൻ തുടങ്ങുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാൻ. വീണ്ടും ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് വീർത്ത് വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം.
വീണ്ടും ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇത് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ്സൊക്കെ നമുക്ക് ചെറുങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൊരിപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ നമ്മളെ അടിപൊളി മസാല ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള ചപ്പാത്തി നമുക്ക് ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. ഈ ഒരു ചപ്പാത്തി റെസിപ്പി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും മാത്രമല്ല നമുക്കൊരു ഈവനിങ് സ്നാക്ക് ആയിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ കറിയോ ചട്നിയോ ഒന്നിൻ്റെ ആവശ്യമില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതാ നമ്മളെ ലെയറോട് കൂടിയിട്ടുള്ള സ്പൈസി മസാല ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കണം. പിന്നെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.